ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഹോർനെറ്റ് വണ്ടി നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് പോയി. ഇതുമായിട്ട് നമ്മളതിൻ്റെ ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ചെയിൻ സ്റ്റോക്കൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കതൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ ഒന്ന് ലൂബ് ചെയ്തെടുക്കണം. ചെയിൻ ലൂബ് അടിച്ച് ചെയിനൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ചെയിൻ ലൂബ് അടിച്ച് റീസെറ്റ് ആക്കട്ടോ. ചെയിന് വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്കിൻ്റെ പാഡായാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഡിസ്കിൻ്റെ പാഡ് നമുക്ക് ഉപയോഗിക്കാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്താൽ മതി. അതുപോലെ അതിൻ്റെ പ്ലഗ് ശരിക്കും പറഞ്ഞാൽ പ്ലഗ് ഈ വണ്ടിയുടെ പ്ലഗ് അല്ല കേട്ടോ. ഇത് പറഞ്ഞാൽ അത് പഴയ മോഡൽ ബൈക്കുകൾക്ക് വരുന്ന പ്ലഗാണ്. സ്പെൻഡർ ആ മോഡൽ വണ്ടികൾക്ക് വരുന്ന പ്ലഗാണ്. അപ്പോൾ പ്ലഗ് ഒന്ന് മാറ്റിയിട്ടൊന്ന് നമുക്ക് റീസെറ്റ് ആക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കൂടി ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററിയുടെ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.43 ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് വന്നു. ബാറ്ററി ഡാമേജിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിലെ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി ഒന്ന് മാറ്റിക്കളയേണ്ടി വരും. പിന്നെ അവിടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്കിൻ്റെ പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഫ്രണ്ട് ഡിസ്കിൻ്റെ പാഡ് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് തവണ നമുക്ക് ഉപയോഗിക്കാനുണ്ട് കേട്ടോ. അത് ക്ലീൻ ചെയ്തെടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഫ്യൂൽ മീറ്റർ കംപ്ലയിൻറ്റ്സ് പറഞ്ഞിരുന്നു. ഫ്യൂലിൻ്റെ മീറ്റർ പറയുന്നത് ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റാണത്. അപ്പോൾ നിലവിൽ നമുക്ക് സ്പെയർ സ്റ്റോക്കില്ല. അപ്പോൾ നമുക്കത് സ്റ്റോക്ക് വരുമ്പോൾ അറിയിക്കാം. അപ്പോൾ നമുക്കത് ടാങ്ക് ഒന്ന് വെച്ചിട്ട് മാറ്റേണ്ടി വരും. നിലവിൽ സ്റ്റോക്കില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ സൈഡൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് നമുക്ക് പെട്രോളിൻ്റെ ലീക്ക് കാണിക്കുന്നുണ്ട്. അത് ഈ കാർബറേറ്റർ യൂണിറ്റ് കംപ്ലയിൻ്റ് ആണത്. നിലവിൽ വേറെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ ഇതൊന്നും ഇല്ല. കൂടുതൽ പ്രശ്നങ്ങൾ കാണിക്കുന്നത് കൂടുതൽ ലീക്കോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് മാറ്റിക്കളയേണ്ടി വരും. അതിലിപ്പോൾ വേറെ കംപ്ലയിൻ്റൊന്നും കാണിക്കുന്നില്ല. കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാർബറേറ്ററിൻ്റെ യൂണിറ്റ് ഒന്ന് മാറ്റിക്കളയേണ്ടി വരും. യൂണിറ്റ് മാറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കൊണ്ട് വരുന്നതാണ്. ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടുള്ള ലീക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, കൂടുതൽ ലീക്കും പ്രശ്നങ്ങളും കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അങ്ങനെ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ കിടക്കുന്ന ഓയിൽ നല്ല പുതിയ ഓയിലാണ്. കുറച്ച് ലെവൽ കുറവുണ്ട്. അതൊന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ നിലവിൽ തന്നെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആവേ.